എറണാകുളം തമ്മനം ഫൈസൽ എന്ന ഗുണ്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. അവിടെ ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP ഒരു വിരുന്നിനെത്തി. അങ്കമാലി SI തമ്മനം ഫൈസലിന്റെ അവിടെ വരുന്നവരെയും പോകുന്നവരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ഗുണ്ടാ വിളയാട്ടം വളരെ കൂടുതലാണ്. DGPയും മുഖ്യമന്ത്രിയും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് കാപ്പ ചുമത്തി അകത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കേരളത്തിൽ ഏകദേശം 2272 ഗുണ്ടകളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 1773 പേരും ആക്റ്റീവാണ്. അത്ര വിപുലമായ ഒരു സംഖ്യയാണ് കേരളത്തിലെ ഗുണ്ടകളുടേത്. അപ്പൊ അങ്ങനെ പോലീസ് എല്ലായിടത്തും അലർട്ടാണ്. അങ്കമാലി SI ഇന്നലെ ഈ തമ്മനം ഫൈസലിന്റെ അവിടെ ഒരു കാറിലെ 3-4 പേര് വന്ന് വീട്ടിനകത്തോട്ട് കയറിപ്പോയി എന്ന് വിവരം SIക്ക് കിട്ടി. SI ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പോയി പരിശോധിച്ചു. ആ സമയം ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റിലെ 2 പോലീസുകാര് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർ അവരെ കണ്ടു. അയാളുടെ വീടിനകത്ത് ഒരാൾ ബാത്റൂമിൽ ഒളിച്ചു. അത് ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP ആയിരുന്നു. ആ വിവരം പുറത്തായി, റിപ്പോർട്ടായി. അത് അവിടുത്തെ SP DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. ഈ DYSP സാബു ഈ മാസം 30-ന് റിട്ടയർ ചെയ്യുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് സെന്റ് ഓഫ് കൊടുക്കാനൊക്കെ അവർ പന്തലൊക്കെ കെട്ടി എന്നാണ് അറിയുന്നത്. എന്തായാലും ഇവിടെ ഒരു വിരുന്നിന് വന്ന DYSP തീർച്ചയായിട്ടും അയാളുമായിട്ട് ബന്ധം ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണ്ടയായിട്ടൊരു ബന്ധം ആവശ്യമില്ല. കേരള പോലീസിലെ പലർക്കും ഇതുപോലെ ചില ഗുണ്ടകളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ നേരത്തെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 2 DYSPമാരെ റിമൂവ് ചെയ്തിട്ടുണ്ട്. വേറെ പലരെയും റിമൂവ് ചെയ്യാനുള്ള നടപടിയിലേക്ക് വരികയാണ്. ആ 2 DYSPമാരെ റിമൂവ് ചെയ്തത് തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഓംപ്രകാശ് എന്ന ഗുണ്ടയെയും അതുപോലെ മുട്ടടയിലുള്ള നിധിൻ എന്ന ഒരു ഗുണ്ടയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ അവരുടെ വീട്ടിലെ ഈ 2 DYSPമാര് പോയി സംസാരിച്ചു. അവരുമായിട്ടുള്ള അവിഹിത ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. അവരെ 2 പേരെയും ഗവൺമെന്റ് നടപടിയിലൂടെ സർവീസിൽ നിന്ന് പുറത്താക്കി. ആ കൂടെ കേരളത്തിലെ ഇതുപോലെ പലരും പല ഗുണ്ടകളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലും മറ്റും ഏകദേശം 22ഓളം സർക്കിൾ ഇൻസ്പെക്ടർമാരെ, ASIമാരെ, SIമാരെയും പോലീസുകാരെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഗുണ്ടകള് കേരളത്തിലെ സംരക്ഷിക്കുന്നത് പോലീസാണ് എന്ന ആരോപണം നിലനിൽക്കുകയാണ്. ധാരാളം ഗുണ്ടകള് പോലീസിനെ മൈൻഡ് ചെയ്യാതെ തന്നെ ഇവിടെ കൊലയും നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പലരും തട്ടിക്കൊണ്ടു പോവുക, അവരെ കാല് വെട്ടുക, അതുപോലെ തന്നെ പണം പിടിച്ചു വയ്ക്കുക, ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുക എല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കേരളത്തിലെ പോലീസ് ആക്ട് അനുസരിച്ച് 86C അനുസരിച്ച് മെന്റലി, ഫിസിക്കലി, ബിഹേവിയറലി അൺഫിറ്റ് ആയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാമെന്ന് പോലീസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. ബിഹേവിയർ മോശമായാൽ മതി. മെന്റലും ഫിസിക്കലും മാത്രമല്ല പ്രശ്നം. അവരുടെ പെരുമാറ്റ ദൂഷ്യം ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും പിരിച്ചുവിടാം എന്ന് പോലീസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. അതനുസരിച്ച് നടപടികൾ എടുക്കുന്നുമുണ്ട്. നാളെ ഏതായാലും മുഖ്യമന്ത്രിയും ഇവിടുത്തെ DGPയും ADGPമാരും IGമാരും ഈ ഗുണ്ട വിളയാട്ടം അതിന് സ്റ്റോപ്പ് വരുത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ എന്താണ്, എങ്ങനെ അത് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു കോൺഫറൻസ് നാളെ വിളിച്ചിട്ടുമുണ്ട്. ഏതായാലും കേരളത്തിലെ ഗുണ്ടകളെ ഒതുക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യം തന്നെയാണ്. തമ്മനം ഷാജിയെ പോലെയുള്ള അയാൾ ഗുണ്ടായി ആക്ടിൽ നടന്ന ഇപ്പം പിന്മാറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ വീട്ടിലും നിത്യമായി വരുന്ന ആൾക്കാര് പോലീസ് ഓഫീസറും പോലീസുകാരും ഒക്കെ ആണ് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇദ്ദേഹം എന്ത് കാരണം പറഞ്ഞാലും അവിടെ പോയത് ന്യായീകരിക്കാൻ കഴിയില്ല. തന്നെ പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാണ്. അന്നേരം അറിയണമല്ലോ DYSP ആരുടെ വീട്, പേരെന്ത്, അപ്പം തന്നെ മനസ്സിലാവൂലേ. എന്തായാലും അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടായത്
വലിയ പ്രശ്നമായിട്ട് അദ്ദേഹത്തിന്റെ സർവീസ് കരിയറിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഗവൺമെന്റ് അതിശക്തമായ നടപടി തന്നെ എടുക്കും. കാരണം ഇതുപോലെ ഗുണ്ടകൾ എടുത്തു പോയി അവരുമായിട്ട് ചർച്ച ചെയ്ത കാര്യത്തിന് 2 ഡിവൈഎസ്മാര് ഇപ്പോഴേ സർവീസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അധികാരത്തിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് തീർച്ചയായിട്ടും ആന്റി സോഷ്യൽ എലിമെന്റ്സും ഇവരൊക്കെ വരിക പതിവാണ്. ഒരു ചങ്ങാത്തം അവരുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി വേണം പോലീസ് പ്രവർത്തിക്കാൻ. ബിഹേവിയർ വളരെ സൂക്ഷിക്കണം. നമ്മൾ ആരോടും തോളിൽ കൈയിട്ട് സംസാരിക്കുമ്പോൾ അവൻ ആരാണ് എന്നറിയണം. അതുകൊണ്ട് പോലീസ് മറ്റുള്ളവരെ പോലെ അല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും നോക്കി ഇരിക്കുന്ന കാഴ്ചയാണ്. അയാൾ ആരോടാണ് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പം നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥര്. ഇവിടെ തൻ്റെ കൂടെയുള്ള പോലീസുകാർ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയതാണ്, ഒരു സിനിമാ നടന്റെ വീട്ടിലേക്കാണ് പോയത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ ചില വാർത്തകൾ വരുന്നത്. പോലീസുകാർ നേരെ ഘടകവിരുദ്ധമായിട്ട് പറഞ്ഞാൽ അദ്ദേഹമാണ് വിളിച്ചുകൊണ്ട് പോയത്. എന്തായാലും ആ 4 പേരും അവിടെ പോയി എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അവിടുത്തെ അങ്കമാലി SI അത് കാണുകയും ചെയ്തു. അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ SP DGPക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ പോലീസും ഇവിടുത്തെ ഗുണ്ടകളും തമ്മിൽ അഭേദ്യബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷവും ഭരണകക്ഷി ഉൾപ്പെടെ ചിലരും, അതുപോലെ പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ വരുന്നത് കൃത്യമായ സത്യമാണ് എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഇങ്ങനെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി മൂലം നമ്മൾ മനസ്സിലാക്കുന്നത്.